ഹലോ ഡിയേഴ്സ്, ഒരുപാട് കേക്ക്സിൻ്റെ ഓർഡർ ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതെല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നാണ് കേട്ടോ. എന്നാൽ പിന്നെ അതിനെ പറ്റിയൊരു വീഡിയോ ആകാമെന്ന് വിചാരിച്ചു. സാധാരണ തിരക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇതെങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് തന്നെ ഞാനൊന്ന് പ്ലാൻ ചെയ്തെടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ക്ലിപ്പിങ്സൊക്കെ എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേ ദിവസമേ തന്നെ വർക്ക് തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നത്തെ ദിവസം നമുക്ക് വർക്ക് ഉണ്ടാവും, അപ്പോൾ അത് നേരത്തെ തീർത്ത് വയ്ക്കണം. അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഒരുപാട് തിരക്കുള്ളപ്പോൾ ഉറക്കം ഒരു ഘടകമല്ല കേട്ടോ. പക്ഷെ ഇതിപ്പോൾ ചെറിയൊരു സമയം എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ എന്താ രാവിലെ വെളുപ്പിന് ഒരു 4 മണി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ ഞാൻ നാളത്തേക്കുള്ള ഫോണ്ടൻറ്റ് വർക്കും പിന്നെ അത്രയും കേക്ക്സ് ഫുള്ളായിട്ട് നാളെ കൊടുക്കാനുള്ള എല്ലാ കേക്ക്സിൻ്റെ ക്രം കോട്ടിങ്ങും കഴിഞ്ഞിട്ട് കുറച്ച് കേക്ക് നമ്മളുടെ ഫ്രിഡ്ജിലും കുറച്ച് കേക്ക് വീട്ടിലെ ഫ്രിഡ്ജിലും വെച്ച് രാവിലെ കൊടുക്കാനുള്ള കേക്ക്സ് വരെ ഫുൾ ഫിനിഷ് ചെയ്തിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ഉച്ച കഴിഞ്ഞിട്ട് കൊടുക്കാനുള്ള കേക്ക് ജസ്റ്റ് ക്രം കോട്ടിങ് മാത്രം കൊടുത്തിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെ പിറ്റേ ദിവസം എഴുന്നേറ്റിട്ട് അതിൻ്റെ ബാക്കി ലാസ്റ്റ് ഫിനിഷിങ് വർക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതാണ് നമ്മളുടെ മെയിൻ കാര്യം. ഒരു ദിവസം നമ്മൾ അങ്ങോട്ട് തീരുമ്പോഴേക്കും ആ ഒരു കേക്കിൻ്റെ ഒരു 1/4 ഭാഗം പണിയും തീർത്ത് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് അന്നത്തെ ദിവസം തന്നെ ഏതെങ്കിലും കേക്ക് പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. വലിയ തിരക്കില്ലാതെ നമുക്കിങ്ങനെ എന്താ പറയുക ഓടി നടക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കേക്കിൽ നമ്മൾ ഫുള്ള് ഗോൾഡാണ് അവർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. താഴത്ത് ഗോൾഡ്, ടോപ്പിൽ വൈറ്റ്. അപ്പോൾ നമ്മളുടെ മാനുവൽ എയർ ബ്രഷാണ് എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ മാനുവൽ എയർ ബ്രഷിലേക്ക് നമ്മളുടെ ലസ്റ്റർ ഡസ്റ്റ് നേരിട്ട് ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിലേക്ക് ഇവാപ്പറേറ്റ്സോ അല്ലെങ്കിൽ വാട്ടറോ ഒന്നും മിക്സ് ചെയ്യുന്നില്ല. നമ്മളൊരു ലിക്വിഡ് ഫോമിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ആ ഒരു ഫിനിഷിങ് കിട്ടുന്നത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലസ്റ്റർ ഡസ്റ്റ് ഇടുമ്പോഴാണ് കേട്ടോ. നമ്മൾ ആദ്യമേ ഒരു ലൈറ്റ് യെല്ലോ കളറിലെ ഒരു കളർ നമ്മൾ കേക്കിന് കൊടുത്തിട്ട് ഇതിലേക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല ബ്രൈറ്റായിട്ട് കുറച്ചുകൂടെ ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഒരു ഗോൾഡൻ എഫക്റ്റ് കിട്ടും കേട്ടോ. അടുത്തതും ഒരു ചോൾ കേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതും 1.5 kg, ഇതും 1.5 kg കേക്കാണ് കേട്ടോ. ചോൾ കേക്കായിട്ട് റെഡിയാക്കി എടുത്തേക്കുവാണ്. അപ്പോൾ ഇത് രണ്ടും തന്നെ 6 ഇഞ്ചിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. 1.5 kg എടുത്തേക്കുന്നത് 6 ഇഞ്ചിലാണ്. അപ്പോൾ നമ്മൾ 6 ഇഞ്ചിൽ 1.5 kg ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളതൊന്ന് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പിൽ നമുക്കൊരു മിനി കേക്ക് ഉണ്ട്. അപ്പോൾ അതിനൊപ്പം കൊടുക്കാനൊരു കുട്ടി ബൊക്കെ കൂടി ഉണ്ടായിരുന്നു. അതങ്ങോട്ട് സെറ്റാക്കി വെച്ചു. എന്നിട്ട് നമ്മളുടെ ഈ കേക്ക് ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ ഫോണ്ടൻറ്റ് വർക്ക് എല്ലാം അതിലേക്ക് വെച്ച് കൊടുക്കുവാണ്. നിങ്ങൾക്ക് ആ കളറിൻ്റെ ചേഞ്ച് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച്, അതായത് നമ്മൾ ആ കേക്കിൻ്റെ ഔട്ടർ ലെയറിൽ മാത്രമാണ് കളർ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അതൊന്ന് ഫെയ്ഡായി ആ കേക്കിനോട് ചേർന്ന് നല്ല മെർജായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഒരു മോണ തീം കേക്ക് ആയിരുന്നു. പക്ഷെ അവർക്ക് ആ ഒരു ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴേക്കും ഒരു സീ തീം കൂടി ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടും കൂടി സെറ്റാക്കിയതാണ് കേട്ടോ. ഈ മോണ പക്ഷേ എന്നെ ചെറുതായിട്ടൊന്ന് ചതിച്ചായിരുന്നു. നമ്മൾ സ്ഥിരം പ്രിൻ്റ് എടുക്കുന്ന സ്ഥലത്ത് അവർ ഷോപ്പ് പൂട്ടിയേക്കുമായിരുന്നു, ടൂറ് പോയേക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേറെ എടുത്തപ്പോഴേക്കും നമ്മൾ പറഞ്ഞ സൈസൊന്നും അല്ല കിട്ടിയത്. വേറെ എടുക്കാനും സ്ഥലമില്ല. അങ്ങനെ നമ്മളുടെ മോണ കുറച്ച് കുഞ്ഞായിപ്പോയി. ബാക്കിയുള്ളതൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ മിനി കേക്ക്. അപ്പോൾ ഇതിനൊപ്പം കൊടുക്കാനായിരുന്നു നമ്മളുടെ ആ ഒരു കുട്ടി ബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മിനി കേക്കും എല്ലാം ഞാൻ തലേദിവസമേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ ഈ ക്രം കോട്ടിങ് കഴിഞ്ഞാൽ നമുക്ക് വലിയ ടെൻഷനില്ല. ക്രം കോട്ടിങ് വരെയാണ് ശരിക്കും ആ ഒരു മെസ്സി ആയിട്ടുള്ള പണി, അല്ലെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള പണികളെല്ലാം ക്രം കോട്ടിങ് വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പുറത്ത് പോയിട്ടാണ് ഇതിൻ്റെ ആ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. ക്യൂട്ടായിട്ടുള്ള കേക്ക് ആയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. പിന്നെ നമുക്ക് ഇതൊരു 2 kg കേക്കാണ്. അപ്പോൾ നമ്മളിതൊരു 3 kg ആയിട്ട് കുറച്ച് പരത്തി അത്യാവശ്യം നല്ലൊരു ഏരിയ കിട്ടുന്ന രീതിയിലാണ് ഈ കേക്ക് റെഡിയാക്കിയേക്കുന്നത് കേട്ടോ. ഇതൊരു റീയൂണിയൻ കേക്കാണ്. അപ്പോൾ അവർ അത്യാവശ്യം ആൾക്കാരുള്ളത് കൊണ്ടിട്ട് നമ്മളിത് 12 ഇഞ്ചിൻ്റെ ആ ഒരു സ്ക്വയറിലാണ് റെഡിയാക്കി എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് നന്നായിട്ട് പീസ് കിട്ടും.
പിന്നെ ഞാനൊരു 3 കേക്ക് ഉണ്ട്. ഇതെല്ലാം ഒരു സമയത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ. കറക്റ്റ് മൂന്ന് ആൾക്കാരാണ്, ഞാനും ബ്രദറും ഹസ്ബൻഡും 3 പേരും 3 സ്ഥലത്തേക്ക് ഒരേപോലെ ഡെലിവറിക്ക് പോകുന്ന ടൈമിലുള്ള കേക്കാണ്. അപ്പോൾ ഞാനത് 3ഉം ഒരുപോലെ തന്നെ അങ്ങോട്ട് റെഡിയാക്കി കേട്ടോ. അതാകുമ്പോഴേക്ക് നമുക്ക് ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് 3ഉം ഒരു ഡിസൈൻ ആയിരിക്കും എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് 3ഉം ഒരുമിച്ച് അങ്ങോട്ട് റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് എന്ന് പറയുന്നത്, ഇതിന് തലേ ദിവസം എനിക്കൊരു ഫോട്ടോ പ്രിൻ്റ് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ ഒരു സംഭവം എടുത്ത് ഇങ്ങനെ ഞാൻ എഴുതുന്നതിനേക്കാളും എന്തായാലും ഭംഗി പ്രിൻ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ ഫോട്ടോ പ്രിൻറ്റിൻ്റെ താഴെ ബാക്കി വന്ന സ്പേസിൽ ഞാൻ ഇതുകൂടെ അടുപ്പിച്ചു കേട്ടോ. ശരിക്കും ഞാൻ എഴുതിച്ചെങ്കിൽ ഈ ഒരു ഭംഗിയൊന്നും കിട്ടത്തില്ല. പക്ഷേ ഈ ഒരു പ്രിൻ്റ് വെച്ചപ്പോഴേക്കും കേക്കിൻ്റെ ടോട്ടൽ ലുക്ക് തന്നെ മാറിപ്പോയി കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്റ്റാക്കിംഗ് ഒക്കെ എപ്പോഴും കാണിക്കുന്നതാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ എപ്പോഴും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കാണിക്കാതിരിക്കുമ്പോഴേക്കും നമുക്ക് കമൻസ് വരുന്നു കേട്ടോ, സ്റ്റാക്ക് ചെയ്യുന്നത് കാണിക്കുമോ എന്ന്. അതുകൊണ്ട് ഒന്നുകൂടെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. കാരണം കഴിഞ്ഞ വീഡിയോ ഞാൻ നോക്കിയപ്പോഴേക്കും എനിക്ക് ഒട്ടും വ്യൂസ് ഇല്ലായിരുന്നില്ല. ഒരു 1000 സംതിങ് വ്യൂസേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇനി കണ്ട് ബോറായി തുടങ്ങിയതാണെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായമോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിലോ ഒന്ന് കമൻറ്റായിട്ട് പറയണേ. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റാക്ക് ചെയ്യുവാണ്. സ്റ്റാക്ക് ചെയ്യുന്നത് അറിയില്ലാത്തവർക്ക് വേണ്ടി പറയുവാണ്. താഴെ നമ്മൾ ആ ഒരു സ്ട്രോ അല്ലെങ്കിൽ ഡബിൾസൊക്കെ കൊടുക്കുന്നത് ടോപ്പിലത്തെ കേക്കിൻ്റെ ആ ഒരു വെയിറ്റിനെ ബാലൻസ് ചെയ്യാനാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പറഞ്ഞു ഇങ്ങനെ കേക്കിൽ ക്രാക്ക് വീഴുന്നു, 2 ടയർ ചെയ്യുമ്പോൾ ക്രാക്ക് വീഴുന്നു എന്ന്. നമ്മൾ കേക്ക് സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വീഴുന്നതെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ. ടോപ്പിലത്തെ കേക്കിന് ബോട്ടം പോർഷനിലെ കേക്കിന് താങ്ങാനുള്ള എന്തോ അവിടെ ഇല്ല. അപ്പോൾ ഇതുപോലെ ഡബിൾസ് കൊടുത്താൽ ഓക്കെ ആയിരിക്കും. അല്ലാതെ ക്രാക്ക് വീഴുന്നത് നമ്മളുടെ ആ ഒരു കൂളിംഗ് കൂടി പോകുമ്പോഴേക്കും നമ്മളുടെ ക്രീം ഇനഫായിട്ട് ഇല്ലാത്തത് കാരണം ക്രാക്ക് വീഴുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ക്രാക്കൊക്കെ നമുക്ക് ഒഴിവാക്കാമേ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഈ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര എളുപ്പമായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു 1.5 kg ടോൾ കേക്ക്, സ്പാനിഷ് ഡിലൈറ്റ് ആണ് ഫ്ലേവർ വരുന്നത്. ഞാനിങ്ങനെ ഇത് കുറച്ച് മുന്നേയുള്ള വീഡിയോ ആയതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെയും ഫ്ലേവർ പറയാൻ പറ്റാത്തത് കേട്ടോ. പക്ഷേ ഇങ്ങനെ കളർ കാണുമ്പോഴേക്കും മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കേക്ക് വന്നിട്ട് 1.5 kg സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞൊരു ഡിസൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അവരുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. ടോൾ കേക്ക് ചെയ്യുമ്പോഴും ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചരിഞ്ഞ് പോകുന്നുണ്ടെന്ന്. ടോൾ കേക്ക് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ ക്രം കോട്ടിങ്ങിലേ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഓരോ ലെയറും വെച്ച് കഴിഞ്ഞിട്ട് സൈഡ് ഒന്ന് സ്ക്രാപ്പ് ചെയ്യണം. അതായത് നമ്മളുടെ ഈ ഒരു ഓരോ ലെയറും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞോ നീങ്ങിയോ ഇരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സൈഡ് ഒന്ന് ഓരോ ലെയർ വെച്ച് കഴിഞ്ഞിട്ടും ക്രീമിനോടൊപ്പം ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെറ്റായി ലെവലാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും ക്രം കോട്ട് നന്നായിട്ട് നീറ്റായിട്ട് ലെവലിൽ ചെയ്തിട്ട് ഉള്ളിൽ 1 or 2 സ്ട്രോയോ അല്ലെങ്കിൽ സ്റ്റിക്കോ എന്താണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് വേണം നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ കേട്ടോ. നമുക്കിതുപോലെ ചരിഞ്ഞ് പോവുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുന്ന ആൾക്കാരാണെങ്കിൽ ക്രം കോട്ട് ചെയ്ത് പറ്റുമെങ്കിൽ ഒരു ഓവർനൈറ്റ് തന്നെ നമ്മളുടെ കേക്ക് വെച്ചിട്ട് ഫൈനൽ കോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ ചരിയാനൊക്കെയുള്ള ചാൻസ് ഉണ്ടാവും. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ്. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് പറയണേ. പിന്നെ അത് അടുത്തത് ഒരു വെഡ്ഡിങ് കേക്കാണ്. ഇതൊക്കെ നമ്മളുടെ സ്റ്റാർട്ടിങ് റേഞ്ചിലുള്ളൊരു വെഡ്ഡിങ് കേക്കാണ്. കുറേ പേര് റേറ്റ് പറയുന്നുണ്ട്. ഞാൻ എന്താ പറയുക, പേടിച്ചിട്ട് പറയാത്തതാണ് കേട്ടോ. കാരണം റേറ്റ് പറഞ്ഞാൽ അപ്പോൾ തന്നെ കുറേ പേര് അയ്യോ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഞങ്ങളുടെ അവിടെ കുറവാണ്, ഇതെന്താണ് കൂടുതലെന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്കൊരു വിഷമമാണ് കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, എന്നാലും അങ്ങനെ കേൾക്കുമ്പോൾ ഒരു വിഷമമാണ്. റേറ്റ് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ആ കേക്ക് അവിടെ വെന്യൂവിൽ സെറ്റ് ചെയ്തേക്കുവാണ്. ഞങ്ങൾ 3 പേരും കൂടിയാണ് കേട്ടോ പോയത്. ഇതിപ്പോൾ ഞാനിത് വെക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് കൂടെ ആളെ കൊണ്ടുപോകുന്നതെങ്കിലും ആ വരുന്ന വരവ് കണ്ടോ, 2ഉം കൂടി എൻ്റെ പുത്രൻ ഓടിയിട്ട് ഹസ്ബൻഡ് പിടിച്ചുകൊണ്ട് വരുവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വെക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ ഓട്ടത്തോടോട്ടമായിരിക്കും. എന്നിട്ട് അത് വെച്ചിട്ട് തിരിച്ച് വരുവാണ്. പിന്നെ നമുക്ക് 1/2 kg കേക്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും അങ്ങനെ റെഡിയാക്കി കൊടുക്കുവാണ്.
പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ മെസ്സേജ് അയച്ച് ഭയങ്കര സങ്കടം പറച്ചിലായിരുന്നു. അതായത് കസ്റ്റമർ ഭയങ്കരമായിട്ട് പിണങ്ങി. അതായത് അവർ 650 ആണ് നമ്മളുടെ ബ്ലാക്ക് ഫോറസ്റ്റിന് റേറ്റ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹാഫ് kgക്കെന്ന് വിചാരിച്ചിട്ടാണ് കസ്റ്റമർ ഓർഡർ ചെയ്യുന്നത്. പക്ഷെ അവർ ചാർജ് ചെയ്യുന്നത് 400 റുപ്പീസ് ആണ് കേട്ടോ. പക്ഷെ കസ്റ്റമർ അവർ ഭയങ്കര കത്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പിണങ്ങി എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്തു കേട്ടോ. ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഞാനും സെയിം തന്നെയാണ് വാങ്ങിക്കുന്നത്. നമുക്ക് ശരിക്കും നമ്മൾ ഈ ഒരു 300 സംതിങ് രൂപയ്ക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് ഒരു ഹാഫ് kg ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ബേക്കറിക്കാർക്ക് അത് മുതലാകുമായിരിക്കും, പക്ഷേ അതിൽ നമ്മളിടുന്ന എഫേർട്ട്, പിന്നെ ലാസ്റ്റ് ഇത് വെയിറ്റ് നോക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് കാണുമ്പോൾ തന്നെ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ നമുക്കൊരു ഇതുണ്ടാവുമല്ലേ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും നമ്മളുടെ ഒരു പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ വേണം കേട്ടോ. നമ്മളുടെ ഒരു മാർജിനൊക്കെ നോക്കിയിട്ട് വേണം നമ്മളെപ്പോഴും ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ ആരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മൾക്കൊരു വരുമാനത്തിന് വേണ്ടി കൂടിയല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ എപ്പോഴും ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ ഒരു കുട്ടി കമൻറ്റെങ്കിലും തരണം കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കഴിഞ്ഞ വീഡിയോൻ്റെ വ്യൂസ് കണ്ടിട്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും പറയാൻ മറക്കല്ലേ.